പ്രാങ്ക് ചെയ്താണോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാണ്. ഗൈസ്, ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ട് എല്ലാം നോട്ട് ഇടുകയാണ്. അപ്പൊ നമുക്ക് നോട്ട് കിട്ടിയതാണ് ഗൈസ്, കിട്ടിയതാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്ക് ബഡ്ജറ്റ് 500 രൂപയാണ്. ആ 500 രൂപയുടെ ഉള്ളിലേ നമുക്ക് വാങ്ങാൻ പറ്റും. ഇവിടെ നിന്ന് തുടങ്ങാം. എല്ലാവരും ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് വന്നത്. ഇവിടെ ഫുൾ ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ്. ഒരു പ്ലാനിങ് കൊണ്ട് ഇവിടെ വന്നില്ലെങ്കിൽ എന്തെടുക്കണം, ഏതെടുക്കണം, എങ്ങനെ എടുക്കണം എന്നൊരു കൺഫ്യൂഷനിലാണ്. ഞാൻ ഇവിടെ ഫുൾ ഓടിപ്പറന്ന് നടന്ന് ഒരു 1.5 മണിക്കൂർ എടുത്ത് 2 സാധനം വാങ്ങാൻ. എങ്ങനെയുണ്ട് എന്ത് വാങ്ങണേ ഏത് വാങ്ങണം അറിയില്ല. അപ്പൊ കുറച്ച് ഷോ ഓഫ് നടത്താം. എന്തിനാ ഇതിട്ട സാധനങ്ങളൊക്കെ മനുഷ്യനെ കുളിപ്പിക്കാൻ ഓരോന്നും കൊണ്ട് വെക്കുന്നത് ഞാൻ ചോദിക്കുന്നുണ്ട്. എന്താ എടുക്കുക, ഇതങ്ങ് എടുത്താലോ? ഇനി ആരും കാണൂലായിരിക്കും. ഞാൻ കുറച്ച് എടുത്തിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും വെച്ച് ശരിയായിട്ട് എങ്ങനെ തന്നെ സിംഗിൾ പാൻസ് അല്ലേ. ഇനി ബാക്കി കുറച്ച് എന്തെങ്കിലും വാക്താക്കിച്ചു. ഇതിലൊക്കെ ഉണ്ട്, പക്ഷേ ബഡ്ജറ്റ് 500 അല്ലേ. അപ്പൊ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് അത് കാണിച്ചു തരാം. പിന്നെ വലിയ സാധനമൊന്നുമല്ല, ചെറുതാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ എങ്ങനെ ആയിട്ടില്ല. അപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ചിന്നു ആദ്യം ആർക്കാ കൊടുക്കാനുള്ള? ചിന്നുവിന് ആരാ കിട്ടിയെന്ന് വെച്ചാൽ ഒരു ആള് ആദ്യത്തെ ഗിഫ്റ്റ് കൊടുക്കും. അപ്പൊ കൊടുക്കേണ്ട ആൾക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഞാൻ കൊടുക്കാം. അപ്പൊ എല്ലാരും ഡ്രസ് എല്ലാവർക്കും അറിയാം, ചിന്തിച്ചാ മനസ്സിലാവും. അറിയാം, ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാ മനസ്സിലാവും. അതന്നെ. അത് ഫസ്റ്റ് എനിക്ക് മനസ്സിലായി, എനിക്ക് ബുദ്ധിയുള്ളവർ എനിക്ക് മനസ്സിലായി. ആ ബുദ്ധി ഇല്ലാതെ ബാക്കിയുള്ളവർ മനസ്സിലായില്ല. ഇതാർക്കായിക്കുന്നു? ഇനി ഗസ് ആർക്കായിരിക്കും അത് കിട്ടിയത്? എനിക്കോ? ഞാൻ ഗസ് എനിക്ക് തോന്നുന്നത് ഞാൻ ഗസ് ചെയ്യണം. ഞാൻ അങ്ങനെ നല്ല കലണ്ടല്ലോ. ആ പൊട്ടിക്കട്ടെ? അല്ല, ആദ്യം എല്ലാവർക്കും അല്ല പൊട്ടിക്ക്. ഇതില്ലല്ലോ. നല്ല ഭക്ഷണം കിട്ടിയില്ല, അതുകൊണ്ടാണ് പ്രശ്നം. പ്രാങ്ക് ചെയ്താണോ? ഞാൻ പണിക്കൊന്നും പോലും സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. പൈസ അല്ലായിട്ടല്ലേ ഇതിനുള്ള പൈസ വല്ലതും തേക്കാല്ലേ. 2 ബ്രഷ് ഉണ്ട്. എനിക്ക് ഏളമാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും തേക്കില്ല. 2 ബ്രഷ് കുറച്ച് ഇടം തേക്കിയെങ്കിലും ഇവിടെ ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ കുപ്പി എനിക്ക് വെള്ളം കുടിക്കാൻ പല്ല് പല്ല് കളറൊക്കെ ഇതൊക്കെ എന്റെ ഉള്ളതാ. ഇതൊക്കെ എന്റേതാ. അത് ലിപ്സ്റ്റിക് നമുക്ക് 2 ഷെയ്ഡ് 2 തീർന്നതാ. സിറിഞ്ച് ചെറിയ മൈക്ക് വരുന്നത് വലിയ മൈക്ക് മുട്ടായിത്തോല്. ഇതൊക്കെ എന്തിനാണ്? ഇതിങ്കല്ല. എന്താണ്? റബ്ബർ തേച്ച് എഴുതി കുളിക്കാൻ, സോപ്പ് കുളിക്കാൻ. എന്തോ ഇല്ലാത്തുണ്ടോ? കഴിഞ്ഞോ? ഇല്ല. വെള്ളക്കുപ്പി ഞാൻ പറ്റിച്ച് വെറുതെ വാങ്ങി. പൈസ അല്ല, അതുകൊണ്ടാ. ഒത്തിക്ക് കൊറേ അധികം മുട്ടായി. ഇതെന്തിനായിക്കൂ? അതൊന്ന് പറഞ്ഞു. ഇതെന്തിനായോ? അങ്ങനെ തിന്നിട്ടതാ. അതിലേക്ക് ഇട്ട് അതിനാക്കില്ല. കൊട്ടോണ്ട് വെച്ച് ഇതൊന്നും ഞാൻ തിന്നല്ലോ. കഷ്ടപ്പെട്ടിട്ട് അത് മാത്രമേ അല്ലേ ഉള്ളൂ. എനിക്ക് ക്ലാസ്സിൽ തപ്പി തപ്പി നടന്ന് കിട്ടിയതാ. ഇതല്ലേ ഇതിന്റെതല്ലേ?
എന്റെ അടുത്തന്നല്ലേ ആ ഓൾഡായിനത് ഇതും കൂടി അല്ലാത്തേ ഉള്ളൂ ചെവി തോന്നുന്നത് കട്ടറിന് നോക്കി തരും ഞാന് എനിക്ക് ഉപകാരം വരും കേട്ടോ. പക്ഷേ ഇതൊന്നും അല്ല എക്സ്പെൻസീവ് ആയി ഗിഫ്റ്റ് ഇനി വരാനുള്ളതേ ഉള്ളൂ. ഞാൻ പൈസ അതുകൊണ്ട് കണ്ട രണ്ടെണ്ണം തോന്നുന്നു വിലപിടിപ്പുള്ള വാങ്ങി തന്നിട്ടൊക്കെ ഒരു ഇതില്ല. എന്റെ കുരു ഇതൊക്കെ എന്തിനാ എന്നെ കുഴിച്ചിടാനുള്ള ഞാനെന്താ പറഞ്ഞത്. കുഴിച്ചിടാ അത് കുഴിച്ചിടാ ബുദ്ധി വളരുന്നു. അതന്നെ ആണ്ടോ ഇതും കൂടി ഇനിയുണ്ട്. അപ്പൊ അമ്മ ശരിക്കും ഗിഫ്റ്റ് തരാം. ശരിക്കില്ലല്ലേ ഇനി മറക്കുവോ? അല്ല ഞാൻ ഒരിക്കലും ഇതല്ലാണ്ട് ഒരു ഗിഫ്റ്റ് ഉണ്ടാവും എനിക്ക് അറിയാലോ. അപ്പൊ ശരിക്കുള്ള ഗിഫ്റ്റ് നീ എന്തായാലും ഗസ് എനിക്ക് ഗിഫ്റ്റ് എന്തായാലും നീ ഗസ് ചെയ്യും. ഞാൻ പഴി തന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗസ് തരും എന്ന് വിചാരിച്ചല്ലോ. നീ ഗസ് ചെയ്യും. ഇങ്ങനത്തെ തന്നെ ആയിരിക്കും പല്ലേക്കുന്നതും ബ്രഷോ അതൊക്കെ തന്നെ ആയിരിക്കും. അല്ല നിങ്ങളൊന്നും അല്ല അല്ല ഇപ്പൊ അത് തന്നോണ്ട് എനിക്ക് പല്ലേക്കുന്നതും ബ്രഷും ഇവിടെ വേറെ ഇല്ലല്ലോ. ഇനി തരാന്ന് പറഞ്ഞാൽ ചെരുപ്പോ ഡ്രസ്സോ എന്തെങ്കിലും ചെരുപ്പോ അല്ല മേക്കപ്പ് ഐറ്റംസ് മേക്കപ്പ് ഐറ്റംസോ ചെരുപ്പോ ഡ്രസ്സോ ഒക്കെ ആണോ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അതായിരിക്കും എടുത്തോണ്ട് വരും ഡ്രസ്സിന്റെ വീഡിയോ എന്തായാലും ഗസ് ചെയ്യും. ഡ്രസ് എന്ത് ഡ്രസ് ചെയ്യും? ഗസ് ചെയ്യും. അതാണ് ഞാൻ കൈ പിടിച്ചു അങ്ങനെ എനിക്ക് തന്നെ അവള് കണ്ടി എന്തോ കളിക്കുന്നത് ഭ്രാന്തിരിക്കുന്നേ ഞാന് ഇതിന്റെ അത് പുതിയതല്ലേ? ഇന്നലെ വന്ന് പഴയത് ഇപ്പൊ പുതിയ ബ്രഷ് കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയില്ലേ? അല്ല കൊടക്ക് ഇതുണ്ട്. ബാക്കി കൂടെ പ്രത്യേകത വെയിലുള്ളതിന് കൂടെ വായി തന്നു. ആരാപ്പനെ ശല്യപ്പെട്ടി അതിനോട് അല്ല ഇതും എന്റേത് എന്തോ അല്ലാതെ ഉണ്ടോ പക്ഷെ ഇതൊന്നും അല്ല. നിങ്ങൾ ഇതിലൊരു സീക്രട്ട് ഞാൻ പൈസ ഇറക്കി ഇതൊക്കെ നല്ല കിട്ടിയിക്കല്ലോ. ഈ ബാഗ് സ്കൂൾ പോകുമ്പോഴേ എന്താന്നറിയോ മുട്ടായിയാണോ? ആ ബാഗൊക്കെ ആണ് കേട്ടോ. ഇനി സ്കൂൾ പോകുമ്പോഴൂലേ മുട്ടായി അത് എന്തോ മാങ്ങ മുട്ടായി എന്തോ ഇതിലെന്തൊക്കെ സാധനങ്ങളുണ്ട്. പഴം ചാറുതാ അമ്പിളിമാമനാ പഴണ്ട് പഴല്ല അമ്പിളിമാമനാ അമ്പിളിമാമന്റെ പന്തിണ്ട്. ഇതോ ഇവിടെ എന്താ പൊട്ടി അമ്പിളിമാമന് എന്തിനാ അഞ്ഞു നോക്കണ്ട സ്റ്റാർ അവന് അടുത്ത സ്റ്റിക്കറുണ്ട് ഞാൻ ബുക്കുമാല ഇട്ടാ തേങ്ങാണ് സ്റ്റിക്കർ ഒക്കെ അറിയുന്നില്ല. കവായിലല്ലാത്ത പിന്നെ പൈസ നോക്കിയില്ല. അപ്പോൾ ഇറക്കുമതി ചെയ്തു 2 ഫോൺ ഐഫോണിനെക്കാണ് വലുതാ പറഞ്ഞു 17 Pro Max. അതിനേക്കാളും കൂട്ട് പൈസ കൊടുത്താൽ തരുന്നതാണ് ശരിക്കില്ലോ ആയിക്കോട്ടോ കൊടുക്ക് കൊടുത്തുന്നില്ല. ശരിക്കുള്ള ഗിഫ്റ്റ് എടുത്ത് കൊടുക്ക്. ഇതെന്താ ഗിഫ്റ്റ് അപ്പൊ ചിന്നോടെ ചേച്ചിയുടെ ഗിഫ്റ്റുകൾ കൊണ്ടുവന്നത് സ്ഥലം മാറ്റി കിട്ടോ കണ്ടില്ലായിട്ടൊന്നല്ല പോയിട്ടാ അപ്പൊ കൊടുക്കാം. ഓരോന്നോരോ ഞങ്ങൾ കൊടുക്കാൻ എനിക്ക് തരുന്നില്ല. എനിക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ കഴിഞ്ഞ് കിട്ടോ ഇങ്ങനെ വേണ്ടാൻ കൊടുക്കാനും ഇവരൊക്കെയാണ് പറയേണ്ടത്. വേഗം എന്താ ഇങ്ങനെ പൊട്ടിച്ചോട് പൊട്ടിക്കുന്നതിനൊക്കെ ഒരു രസമാണോ? അല്ലേ അതൊന്നും വേണ്ട. ആണോ ഇത് നേരല്ല. ഇതാണ് ലാസ്റ്റ് കാണിച്ചത് കത്തിച്ച് കാണിച്ചു കേട്ടോ. ലാസ്റ്റ് LED ആണ് നല്ല ഫ്ലവറിന്റെ ഫ്ലവർ കുത്തുന്ന LED. എന്താണെന്ന് നല്ല രസം നല്ല രസം. ഇനി മതി
മതിയുടെ ക്യൂട്ട്നെസ് കഴിച്ചോ അതിനോട് അറിയാവുന്ന ഒന്നുമില്ല ബേബി ഡ്രസ്സൊക്കെ കഴിച്ചോ എനിക്ക് എന്തോരം ഡ്രസ് ഉണ്ട് നെഞ്ചാൻ തുടങ്ങി ഇത് കളി കളിക്കുന്നേ ചെരുപ്പ് പെട്ടിയിലാവും ചെരുപ്പാണെങ്കിലോ ഇത് ചെരുപ്പ് ഇത് ചെരുപ്പടിയാ ചെരുപ്പൊന്നുമില്ല ചെരുപ്പൊന്നുമില്ല ചെടി പിന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ പൈസ ഉണ്ട് ഞാൻ വാങ്ങിയാൽ ഇത് മൂന്നാട്ടോ പൈസ ബഡ്ജറ്റ് അപ്പൊ ഞങ്ങൾക്ക് അടുത്ത ആൾ പിന്നെ കൊടുക്കണ്ടേ പിന്നെ കൊടുക്കണ്ടേ ആ കുഞ്ഞു കൊടുക്കാം എന്തായാലും ഏട്ടി അപ്പൊ ഞാൻ കൊടുക്കണ്ടേ എന്താണ് ഒന്നും അറിയില്ല ഞാൻ കൊടുക്കാം അപ്പൊ ഇനി അടുത്തത് ഞാനാ കൊടുക്കാനുള്ളത് അപ്പൊ എനിക്ക് ആരാന്ന് വെച്ചാല് കയ്യാട്ടുന്നേ പോക്കാണെങ്കിലോ എന്തെങ്കിലും ഗസ് ചെയ്താലും എനിക്ക് ശരി എന്തെങ്കിലും ഉണ്ടാകല്ലോ എന്തെങ്കിലും ഗസ് ചെയ്യും നല്ല ബോക്സിംഗ് ഒക്കെ 1.5-2 ഇത് കിട്ടിയോ നല്ല ബോക്സിംഗ് ഒക്കെ ആയിക്കോട്ടെ ഇനി പണിയാൻ തോന്നുന്നു ചിലപ്പോ ഇവരൊന്നും വിശ്വസിക്കാൻ തീരെ പറ്റില്ല നല്ല വൃത്തി കൊണ്ട് കുളിക്കണ്ടാവും നല്ല വൃത്തി എന്തായാലും ഗസ് ചെയ്യും തുറക്ക് ഗസ് ചെയ്ത് തുറന്നോ സാധനങ്ങളാണ് എനിക്ക് ഞങ്ങൾ വാങ്ങിയേ ചെലപ്പോ എനിക്ക് ഞങ്ങൾ വാങ്ങിയേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണം നോക്കിയിട്ടില്ല അപ്പൊ ഞമ്മക്ക് എനിക്കൊന്നും വാങ്ങിയില്ല നിങ്ങള് ചെലപ്പോ പറ്റിയാലും എനിക്ക് എന്താ ഇഷ്ടപ്പെട്ടോ അത് കവർ ഇഷ്ടപ്പെടുമോ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ അതുകൊണ്ട് അതെടുത്ത് നീ മാർക്ക് നോക്കുന്നേ ചിലപ്പോ പറ്റിയ വേറെ ആയി കിട്ടും പറയാൻ പറ്റില്ല എനിക്കോ കിട്ടാണോ ഒന്നുമല്ല ക്യൂട്ടായിട്ട് വയ്ക്കാൻ മതി പോലെ ക്യൂട്ടായിട്ടുള്ളത് ഇതെന്താ നല്ല ക്യൂട്ട് എനിക്ക് പൈസ ഉണ്ടല്ലോ പൈസ വെക്കാടാ തുടല് അതിന്റെ തന്നെ ഉണ്ട് ാണ് വാങ്ങുന്നത് എന്റെ അടുത്ത് തൂക്കിന് നോക്കിയാണ് എന്റെ മൊത്തം ആവശ്യത്തിന് ഇതെടുക്കട്ടെ ഈ വേറെ കുഞ്ഞി പാക്കറ്റ് ഇതെന്തായോ തോന്നുന്ന പണിയാണോന്ന് അല്ല ഒരു ബ്ലാക്ക് ഷോൾ ബ്ലാക്ക് ഷോൾ ആണെന്ന് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് കിട്ടിക്കോ ഇത് ഫുള്ള് 500 റുപ്യന്റെ സാധനങ്ങളാണ് നമ്മള് ബഡ്ജറ്റ് 500 ഇതൊക്കെ വലിയ വെട്ടിയാ എനിക്ക് പാവന്റെ കൊടുത്തേക്കാം ഇതാണ് ആയിക്കോട്ടെ എന്താ സാധനം മച്ചോ 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 എന്താ സാധനം വെറൈറ്റി നോക്കിയുള്ള സ്നേഹം കൊണ്ട് എല്ലാവർക്കും ലാമ്പുണ്ട് ഓരോ ലാമ്പുണ്ട് കുറച്ച് കുഞ്ഞിയായി കുഞ്ഞിയോ പക്ഷെ നല്ല വെളിച്ചം അതാട്ടോ ഞാനത് ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇതൊക്കെ
അങ്ങനെ ഈ കയ്യിപ്പിക്കാൻ നോക്കല്ലേ. പിന്നെ ഡ്രസ് ഷർട്ട് ഇതേ ഭാഗത്തോക്കുന്നേ പിന്നെ പറഞ്ഞാല് ഒരു ഗിഫ്റ്റ് എന്ന സാധനം വേറെ കൊടുക്കാൻ പറ്റില്ല. അതാണ് ഫസ്റ്റ്. അതങ്ങനല്ല. അതാണ് അവസാനം ഞാൻ ഇട്ട് കാണിച്ചു ഗൈസ്. കളിച്ചിട്ട് എന്താ കൈ പൈസ നോക്കണേ ഞാനാണ് 79. എന്ത് ഇത് മിന്നുള്ള പ്രാങ്ക് ആയോ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ച പോലെ ഒറ്റ മൊത്തം ഇത് വന്നില്ല. കരിയൊക്കെ മാണ്ടി. എന്തിന് കിട്ടുമ്പോ ഞാൻ വിചാരിച്ച ആ ബ്രഷ് കാണുമ്പോൾ കരിയുന്നു. ഇതില് നിങ്ങൾ മൂന്നാളായോണ്ട് ആലോചിച്ചാൽ മനസ്സിലാവും നമുക്ക് ആർക്കും കാരൊക്കെ കിട്ടിയത്. അപ്പൊ ഇതൊന്ന് കുറച്ചൊരു ഇതാക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഒരു പ്രാങ്ക് കൊടുക്കാൻ. ഞാനും ഇപ്പൊക്കെ കൊടുക്കാതെ വിചാരിച്ചത്. പക്ഷെ എങ്കിൽ നമ്മള് ക്ലാസ്സിൽ പോയി. നമ്മള് ക്ലാസ്സിൽ പോയ സമയത്ത് ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് കൊടുത്ത് നല്ല നല്ല പ്രാങ്ക്. പക്ഷെ ഇതിനെ പിന്നെ ഫുള്ള് ജമ്മ എല്ലാം ജമ്മ ചെയ്തു കളിലേ കൊടുക്കാം. ശരിക്കും നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടപ്പോ 3 ആളല്ലേ. അപ്പൊ ഞമ്മക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും നമുക്ക് ആരാ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഒരു രസം ഉണ്ടാവില്ല വിചാരിച്ചു ഞങ്ങൾ നിന്ന് പ്രാങ്ക് കൊടുക്കാൻ വിചാരിച്ചു. അപ്പൊ അതെന്തായാലും നന്നായി. അപ്പൊ അടുത്ത വീഡിയോ